ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിൽ കണ്ടക്ടർ ലൈസൻസ് പുതുക്കാൻ നൽകിയത് അന്വേഷിക്കാനെത്തിയ വ്യക്തിയെ ജോയിന്റ് RTO ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. ഇരുമപ്പെട്ടി ചിറ്റണ്ട കന്നിപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള സന്തോഷാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. 20 വർഷത്തോളമായി ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന സന്തോഷ് കണ്ടക്ടർ ലൈസൻസ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോയിരുന്നില്ല. കഴിഞ്ഞ 6 മാസം മുമ്പ് ലൈസൻസ് പുതുക്കുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും യഥാസമയം ലൈസൻസ് പുതുക്കാത്തതിലുള്ള ഫൈൻ ഉൾപ്പെടെ ഓൺലൈനായി അടയ്ക്കുകയും ചെയ്ത് ഡിസംബർ 28-ന് കണ്ടക്ടർ ലൈസൻസ് പുതുക്കുവാൻ ജോയിന്റ് RTO ഓഫീസിന് സമീപമുള്ള സേവന കേന്ദ്രത്തിൽ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടും ലൈസൻസ് പുതുക്കി കിട്ടാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലെത്തി വിവരം തിരക്കിയപ്പോൾ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും അവ ഓൺലൈൻ കേന്ദ്രത്തിൽ പോയി അപ്ലോഡ് ചെയ്യുവാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥർ മടക്കി അയക്കുകയായിരുന്നു. ഓൺലൈൻ കേന്ദ്രത്തിലെത്തി അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തതായി സന്തോഷും സമ്മതിക്കുന്നു. ഈ സമയം ജോയിന്റ് RTO ഇവിടേക്ക് വരികയും കണ്ടക്ടർമാർ ഗുണ്ടകളാണെന്ന് പറഞ്ഞെന്നും കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സന്തോഷ് പറയുന്നു. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ആദ്യം കണ്ടക്ടർ പണി എടുക്കുകയായിരുന്നു. ഒരു 10-28 വർഷമായി കണ്ടക്ടർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു 8 വർഷക്കാലം കണ്ടക്ടർ ജോലിക്ക് പോയില്ല. അങ്ങനെ ലൈസൻസ് പുതുക്കാനായിട്ട് 6 വർഷം തെറ്റി. 6 വർഷം തെറ്റിയപ്പോൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ ആയിട്ട് ഡിസംബർ 2024 ഡിസംബർ 28-ാം തീയതി കൊടുത്തു. അവർ പറഞ്ഞ ഫൈൻ 2950 ഫൈൻ അടച്ചു. ഫൈനടച്ച ആപ്ലിക്കേഷനും കൊടുത്തു. അപ്പോൾ MBAയുടെ അടുത്ത് ഈ ആപ്ലിക്കേഷൻ ഫോം പേപ്പറുകളൊക്കെ MBAയുടെ അടുത്ത് കൊടുത്തു. MBA അവിടുന്ന് സൈൻ ചെയ്തിട്ട് പച്ചമനുഷ്യൻ സൈൻ ചെയ്തിട്ട് അവർ ഓഫീസറുടെ ക്ലർക്കിന് കൊടുത്തു. ക്ലർക്കിന് കൊടുത്തിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ചിട്ട് അപ്പോൾ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചയായി, 1 മാസമായി. ഇപ്പോൾ വന്ന് അന്വേഷിച്ചു. അപ്പോൾ അക്ഷയയിൽ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അക്ഷയക്കാർ ഓഫീസിൽ പോയി ചോദിക്കാം. ഓഫീസിൽ എൻക്വയറിയിൽ ചോദിക്കാനാണ് പറഞ്ഞത്. എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ എൻക്വയറിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്ലോഡ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ ഞാൻ അവന് MBAനെ ചോദിച്ചു. അപ്പോൾ MBA പറഞ്ഞു അപ്ലോഡ് ചെയ്തിട്ടില്ല. ആൾ നല്ല സൗഹൃദപരമായിട്ടാണ് ആ സാർ എന്നോട് സംശയം. MBA ആണെന്ന് തോന്നുന്നുണ്ട്. ആളെ പേരൊന്നും വെക്കുക. ആൾ നല്ല സൗഹൃദപരമായിട്ട് ഇവിടെ ഇരുന്നോക്കം നോക്കിയോളൂ, ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ അക്ഷയയിൽ ചോദിക്കാറ്. അക്ഷയയിൽ വന്നിട്ട് ഞാൻ കുറച്ച് സംസാര ഒച്ചത്തിലായിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ വർത്തമാനം പറയാൻ എൻ്റെ വിഷമം കൊണ്ട് സംസാരം വെച്ചാൽ കൂടി പോയതാവാം. അത് ഞാൻ ഒച്ചയിലാണ് സംസാരിച്ചില്ല എന്ന് പറയുന്നത്. ചെറിയ അങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. ഒച്ചയിൽ സംസാരിക്കുന്നുള്ള സത്യമാണ്. അപ്പോൾ അക്ഷയക്കാർ പറഞ്ഞു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഫോട്ടോ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് ഈ പണിക്ക് പോയിട്ട് വല്ല 10-500 രൂപ കൂലി കിട്ടുന്ന പണി കളഞ്ഞിട്ടാണ് ഇന്നും വരുന്നത്. ഇതിൻ്റെ മുമ്പ് 4-5 പ്രാവശ്യം RTO ഓഫീസിൽ കയറി ഇറങ്ങി. ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏജൻറ്റ് മുഖാന്തരം അല്ല കൊടുത്തത്. ഞാൻ ഡയറക്റ്റാണ് എൻ്റെ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നമ്മളതിനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ പണിക്കൂലി പോയി, അവർ പറഞ്ഞ ഫൈൻ കൊടുത്തു. എന്നിട്ടാണ് ഈ RTO ഓഫീസ് ഞാൻ ഈ അക്ഷയയിൽ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ RTO ഓഫീസ് MBAയുടെ ഇപ്പുറത്തെ റൂം അത് എന്തോ ഓഫീസർ എന്താണെന്ന് അറിയാം ആളോട് ഓടി വന്നു. എന്താ എൻ്റെ പ്രശ്നം ചോദിച്ചു. എൻ്റെ പ്രശ്നം ഞാൻ 6 മാസക്കാലം എൻ്റെ ലൈസൻസ് ഇങ്ങനെ 6 കൊല്ലം തെറ്റിയത് 6 ഫൈൻ അടിച്ച് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പറ്റില്ല. നീ ഓർക്ക സംസാരിക്കരുത്. കണ്ടക്ടർമാർ ചട്ടമ്പികളാണ്. കണ്ടക്ടർമാരുടെ ചട്ടമ്പി സ്വഭാവം നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണോ കണ്ടക്ടർ പണിയെടുക്കാമെന്ന് ചോദിച്ചു. അതേസമയം ലേണിംഗ് ടെസ്റ്റിനെത്തിയവർ ഉൾപ്പെടെ നിരവധി ആളുകളുടെ മുന്നിൽ വെച്ച് പരാതിക്കാരൻ ബഹളം വെച്ചുവെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കാട്ടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി പറഞ്ഞു. VCV ന്യൂസ് വടക്കാഞ്ചേരി.